വെൽക്കം ടു സൈലം ടെക്നിക്കൽ. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് മെഷർമെന്റ്സ് ആൻഡ് മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ്, ആ ഒരു ടോപ്പിക്കിലുള്ള ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റ്സിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെ കുറിച്ചിട്ടാണ്. ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഓൾറെഡി ഇൻസ്ട്രുമെന്റ്സിന്റെ ക്ലാസിഫിക്കേഷൻസ് പഠിച്ചതാണ്. പല ടൈപ്സ് ഓഫ് ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്. ആ ഇൻസ്ട്രുമെന്റ്സിലെ ഒരു ടൈപ്പ് ആയിരുന്നു ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റ്സ്. ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ്സ് ആണ്. അപ്പോൾ അതിൽ എന്തുണ്ടാവും? ഒരു സ്കെയിൽ ഉണ്ടാവും, പോയിന്ററും ഉണ്ടാവും. മെഷർ ചെയ്യേണ്ട ക്വാണ്ടിറ്റി എത്രയാണെന്ന് ഈ പോയിന്റർ എന്ത് ചെയ്യും? സ്കെയിലിന്റെ മുകളിൽ നമുക്ക് ഇൻഡിക്കേറ്റ് ചെയ്ത് തരും. അപ്പോൾ ആ ഒരു പോയിന്റർ മൂവ് ചെയ്ത് നമ്മൾ കൊടുക്കുന്ന ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ഈ പോയിന്റർ ഡിഫ്ലക്റ്റ് ചെയ്തിട്ട് ആ ഒരു വാല്യൂ നമുക്ക് കാണിച്ചു തരുന്നത് വരെ ഉള്ള വർക്കിങ്ങിന് വേണ്ട ഓപ്പറേറ്റിംഗ് സിസ്റ്റംസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് മെയിൻ ആയിട്ട് 3 ഓപ്പറേറ്റിംഗ് ഫോഴ്സസ് ആണ് ആവശ്യമായിട്ട് വരുന്നത്. അപ്പോൾ ഓപ്പറേറ്റിംഗ് ഫോഴ്സസ് ഓഫ് ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ് എന്നാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാനുള്ളത്. അപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? മെയിൻ ആയിട്ട് നമുക്ക് 3 പേര് വേണമെന്ന് പറഞ്ഞു. ഒന്നാമത്തെ ആളാണ് ഡിഫ്ലക്റ്റിംഗ് ടോർക്ക്, അല്ലെങ്കിൽ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് കൊടുക്കുന്ന സിസ്റ്റത്തിനെയാണ് നമ്മൾ ഡിഫ്ലക്റ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒരു ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റ് വർക്ക് ചെയ്യണമെങ്കിൽ അത്യാവശ്യമായിട്ട് വേണ്ട 3 ടോർക്കുകളാണ്. ഒന്ന് ഡിഫ്ലക്റ്റിംഗ് ടോർക്ക്, രണ്ടാമത്തെ ആളെന്ന് പറഞ്ഞാൽ കൺട്രോളിംഗ് ടോർക്ക്, രണ്ടാമത്തെ ആള് കൺട്രോളിംഗ് ടോർക്ക്, മൂന്നാമത്തെ ആൾ ഏതാണ്? ഡാമ്പിംഗ് ടോർക്ക്. ഈ 3 പേരും കൂടി ഒരുമിച്ചുണ്ടെങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഡിഫ്ലക്ഷൻ പ്രോപ്പറായിട്ട് കാണിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് എന്തിനാണ് ഈ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക്, കൺട്രോളിംഗ് ടോർക്ക്, ഡാമ്പിംഗ് ടോർക്ക് എന്ന കാര്യങ്ങളും അറിഞ്ഞിരിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് മെക്കാനിസമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, ഈ 2 കാര്യങ്ങളാണ് നിങ്ങൾ ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് ഫോഴ്സിൽ ഫസ്റ്റ് വൺ ഡിഫ്ലക്റ്റിംഗ് ഫോഴ്സ് ആണെന്ന് നമ്മൾ പറഞ്ഞു. എന്താണ് ഡിഫ്ലക്റ്റിംഗ് ഫോഴ്സ്? എന്തിനാണ് ആ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക്? ഡിഫ്ലക്റ്റിംഗ് ഫോഴ്സ് കൊടുത്തിട്ട് ആ ടോർക്ക് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് എന്ന് പറയാം. അപ്പോൾ ഇനീഷ്യലി നമുക്കറിയാം, നമ്മളിപ്പോൾ എന്ത് ഇതാണ് ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ ആയിട്ട് ഇവിടെ ഒരു പോയിന്ററും സ്കെയിലും കാണിച്ചിട്ടുണ്ട്. നമ്മൾ മെഷർമെന്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഈ പോയിന്റർ എവിടെയായിരിക്കും? 0-ലായിരിക്കും. മെഷർമെന്റ് തുടങ്ങാൻ പോകുമ്പോൾ പോയിന്റർ എവിടെയാണ് കിടക്കുന്നുണ്ടാവുക? 0 എന്ന് പറയുന്ന പൊസിഷനിൽ റെസ്റ്റ് കണ്ടീഷനിൽ നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ ഡിഫ്ലക്ഷന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഒരു മെഷർമെന്റ്, ഒരു കറണ്ട് എനിക്ക് മെഷർ ചെയ്യണം. അമ്മീറ്റർ ആണ് എൻ്റെ കയ്യിലുള്ള ഇൻസ്ട്രുമെന്റ്. അപ്പോൾ ഞാൻ അമ്മീറ്ററിലേക്ക് എന്ത് കൊടുത്തു? എനിക്ക് മെഷർ ചെയ്യേണ്ട കറണ്ട് കൊടുത്തു. അപ്പോൾ മെഷർ ചെയ്യേണ്ട കറണ്ട് കൊടുക്കുമ്പോൾ ഈ റെസ്റ്റിലുള്ള പോയിന്റർ എന്ത് ചെയ്യണം? അനങ്ങണം, അല്ലെ? ഈ റെസ്റ്റ് കണ്ടീഷനിൽ ഫ്രിക്ഷനെയൊക്കെ ഓവർകം ചെയ്തിട്ട് ഇയാൾ എന്ത് ചെയ്യാൻ പറ്റണം? ഇയാൾക്ക് മൂവ് ചെയ്യാൻ പറ്റണം. അപ്പോൾ അങ്ങനെ ഇനീഷ്യൽ സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷനിൽ നിന്ന് മൂവ്മെന്റ് സ്റ്റാർട്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടി ആക്ട് ചെയ്യുന്ന ടോർക്കിനെയാണ് നമ്മൾ എന്ത് പറയാ? ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് എന്ന് പറയാം. അതിനുവേണ്ടി നമ്മൾ കൊടുക്കുന്ന ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിഫ്ലക്റ്റിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത്. അതിനുവേണ്ടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന സിസ്റ്റത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിഫ്ലക്റ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ നമുക്ക് എന്ത് പറയാം? വെൻ ദർ ഇസ് നോ ഇൻപുട്ട് സിഗ്നൽ ടു ദ ഇൻസ്ട്രുമെന്റ്, പോയിന്റർ വിൽ ബി അറ്റ് 0 പൊസിഷൻ, അല്ലെ? ആ 0 പൊസിഷനിൽ നമുക്ക് എന്ത് ചെയ്യണം? ഇതിനെ മൂവ് ചെയ്യിപ്പിക്കണം. അപ്പോൾ ഡിഫ്ലക്ട് ദ പോയിന്റർ ഫ്രം ഇറ്റ് 0 പൊസിഷൻ, ഈ ഫോഴ്സ് ഈസ് നെസസറി വിച്ച് ഈസ് നോൺ ആസ് ദ ഡിഫ്ലക്റ്റിംഗ് ഫോഴ്സ്. അപ്പോൾ ഡിഫ്ലക്റ്റിംഗ് ഫോഴ്സിന്റെ ഡെഫിനേഷൻ ഓർത്ത് വയ്ക്കുക. ഒരു പോയിന്ററിനെ 0-ൽ നിന്നും അല്ലെങ്കിൽ സ്റ്റഡി സ്റ്റേറ്റിൽ നിന്നും മൂവ് ചെയ്യിപ്പിക്കുന്ന ടോർക്കിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പോൾ ആദ്യത്തെ ടോർക്ക് തന്നെ. അപ്പോൾ ഫസ്റ്റ് ആക്ട് ചെയ്യേണ്ട ടോർക്ക് ഏതായിരിക്കും? ഈ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് നമുക്ക് പലതരത്തിൽ കൊടുക്കാം. അത് നമുക്ക് ഏതിൽ പഠിക്കാനുണ്ട്? ഏതെല്ലാം എഫക്റ്റ് വെച്ചിട്ടാണ് ഇൻസ്ട്രുമെന്റ്സ് വർക്ക് ചെയ്യുന്നത് എന്നതിന് ബേസ് ചെയ്ത്. അതായത് ഇലക്ട്രോ മെക്കാനിക്കൽ എഫക്റ്റ് ഉണ്ട്, ഇലക്ട്രോ തെർമൽ എഫക്റ്റ് കാരണം, മാഗ്നറ്റിക് എഫക്റ്റ് കാരണം. ഈ എഫക്റ്റുകളൊക്കെ വെച്ചിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് കൺട്രോളിംഗ് ഫോഴ്സ് അല്ലെങ്കിൽ കൺട്രോളിംഗ് ടോർക്ക്. അടുത്ത ടോർക്കാണ് കൺട്രോളിംഗ് ടോർക്ക്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ കൺട്രോളിംഗ് ടോർക്ക്? അതായത് നമ്മളിപ്പോൾ പറഞ്ഞു 0 എന്ന് പറയുന്ന പൊസിഷനിൽ പോയിന്റർ 0-ൽ ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പോൾ 0 ഒന്ന് മൂവ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ഞാൻ എന്ത് കൊടുത്തു? ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് കൊടുത്തു. ഇതാണ് എൻ്റെ സ്കെയിൽ. അപ്പോൾ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് നമ്മൾ ഒരു ഡയറക്ഷനിൽ കൊടുക്കുമ്പോൾ, ഒരു ടോർക്ക് ഒറ്റ ഡയറക്ഷനിൽ ഒരു ടോർക്ക് മാത്രമേ ഉള്ളൂ വെച്ചാൽ ഈ പോയിന്റർ എന്ത് ചെയ്യും? പോയിന്റർ എത്രയെങ്കിലും ഇങ്ങോട്ട് മൂവ് ചെയ്യും. പോയിന്റർ വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഫുൾ സ്കെയിൽ വരെ കാണിക്കാം. പക്ഷെ നമുക്ക് എന്താ വേണ്ടത്? നമുക്ക് ഈ പോയിന്റർ കൺട്രോൾഡ് ആയിട്ട് മൂവ് ചെയ്തിട്ട് വേണ്ട. ഇപ്പോൾ ഇത് 0 to 10 amps മെഷർ ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ്. ഞാൻ മെഷർ ചെയ്യാൻ കൊടുക്കുന്നത് എത്രയാണ്?
5 ആംസ് ആണ്. അപ്പോൾ എന്ത് ചെയ്യണം? പോയിന്റർ കറക്റ്റ് ആയിട്ട് 5 ആംസിൽ വന്ന് നിൽക്കണം. പക്ഷെ നമ്മൾ ഒരൊറ്റ ഡയറക്ഷനിൽ ഒരു ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് കൊടുക്കുകയാണെങ്കിൽ ഈ പോയിന്റർ എന്ത് ചെയ്യും? പോയിന്റർ നേരെ മൂവ് ചെയ്തിട്ട് ചിലപ്പോൾ ഈ 10ൽ വന്ന് നിൽക്കാം. അപ്പം നമുക്ക് ആക്യുറേറ്റ് അല്ല, നമ്മുടെ മെഷർമെന്റ് എന്താണ്? തെറ്റാണ്. അപ്പം നമുക്ക് എന്ത് വേണം? നമ്മൾ ഈ കൺട്രോൾഡ് ആയിട്ട് ഈ പോയിന്റർ മൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് കൊടുക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ, ഇയാളെ ഫ്രീ ആയിട്ട് അങ്ങോട്ട് മൂവ് ചെയ്യാതിരിക്കാൻ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ നമ്മളൊരു ടോർക്ക് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഡിഫ്ലക്റ്റിംഗ് ടോർക്കിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോയിന്റർ സ്റ്റഡി ആയിട്ട് മൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ടോർക്കിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കൺട്രോളിംഗ് ടോർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ കൺട്രോളിംഗ് ടോർക്ക് എപ്പോഴും ഏത് ഡയറക്ഷനിലാണ് ഉണ്ടാവുക? ഡിഫ്ലക്റ്റിംഗ് ടോർക്കിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഡയറക്ഷനിലാണ് നമുക്ക് എന്ത് വരിക? കൺട്രോളിംഗ് ടോർക്ക് ഉണ്ടാവുക. ക്ലിയർ അല്ലേ? അപ്പോൾ സ്റ്റാർട്ടിംഗ് കണ്ടീഷനിൽ നമുക്ക് എന്തായിരിക്കും? സ്റ്റാർട്ടിംഗ് കണ്ടീഷനിൽ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ഇങ്ങനെ വന്നു. അപ്പോൾ നമുക്ക് കൺട്രോളിംഗ് ടോർക്ക് അതിൻ്റെ ഓപ്പോസിറ്റ് ഇങ്ങനെ വരുന്നുണ്ട്. ഇനി ഡിഫ്ലക്റ്റിംഗ് ടോർക്ക്, നമുക്ക് ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് കാരണം പോയിന്റ് ഇങ്ങനെ മൂവ് ചെയ്ത് വരികയാണ്. അപ്പോൾ ഡിഫ്ലക്റ്റിംഗ് ടോർക്കിന്റെ പവർ എന്ത് ചെയ്യുന്നുണ്ട്? ഇങ്ങനെ ഡിഫ്ലക്റ്റിംഗ് ടോർക്കിന്റെ ടോർക്ക് ഇങ്ങനെ കൂടി വരുന്നുണ്ട്. ഇനി കൺട്രോളിംഗ് ടോർക്ക് ആണെങ്കിൽ പോയിന്റർ മൂവ് ചെയ്യുന്നതിനനുസരിച്ച് കൺട്രോളിംഗ് ടോർക്കിന്റെ വാല്യൂ എന്ത് ചെയ്യും? അതിനിങ്ങനെ ഒപ്പോസിഷൻ കൂടി വരിക. അപ്പോൾ കൺട്രോളിംഗ് ടോർക്കിന്റെ വാല്യൂ എന്തായി വരും? ഇൻക്രീസ് ചെയ്ത് വരും. അപ്പോൾ ഒരു പെർട്ടിക്കുലർ കണ്ടീഷനിൽ, അല്ലെങ്കിൽ നമുക്ക് ഈ 5 ആംസാ മെഷർ ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ 5 ആംസ് എത്തുന്ന ആ ഒരു സമയത്താണ് കൺട്രോളിംഗ് ടോർക്ക് ഇസ് ഈക്വൽ ടു ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ആവുന്നത്. ക്ലിയർ? അപ്പോൾ നമ്മളുടെ മെഷേർഡ് ക്വാണ്ടിറ്റി എന്താണോ ആ ക്വാണ്ടിറ്റി എത്തുന്ന സമയത്താണ് നമുക്ക് കൺട്രോളിംഗ് ടോർക്കും ഡിഫ്ലക്റ്റിംഗ് ടോർക്കും ഈക്വൽ ആവുന്നത്. അതായത് കൺട്രോളിംഗ് ടോർക്ക് ഈസ് ഈക്വൽ ടു ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ആവുന്ന സമയത്ത് നമുക്ക് പോയിന്റർ എന്തായി നിൽക്കും? പോയിന്റർ സ്റ്റഡി ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. ആ ഒരു പോയിന്റ് വരെയാണ് പോയിന്റർ എന്ത് ചെയ്യാൻ പറ്റുക? മൂവ് ചെയ്യാൻ പറ്റുക. അപ്പോൾ സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷനിൽ, അല്ലെങ്കിൽ ആ റീഡിങ് കാണിക്കുന്ന സമയത്ത് ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് എന്തിന് ഈക്വൽ ആയിരിക്കും? കൺട്രോളിംഗ് ടോർക്കിന് ഈക്വൽ ആയിട്ടാണ് വരിക. ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്ക് കൺട്രോളിംഗ് ഫോഴ്സിന് എങ്ങനെ പറയാം? നമുക്ക് കൺട്രോളിംഗ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് മാത്രമേ ഉള്ളൂ വെച്ചാൽ നമുക്ക് എന്താണ്? അൺകൺട്രോൾഡ് പോയിന്റർ മൂവ്മെന്റ് ആണ് കിട്ടുന്നത്. അപ്പോൾ അതിനെ നമുക്ക് കൺട്രോൾ ചെയ്യിക്കാൻ വേണ്ടി ഡിഫ്ലക്റ്റിംഗ് ടോർക്കിന് ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ടോർക്കിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കൺട്രോളിംഗ് ടോർക്ക് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? അപ്പോൾ ആ ഒരു ടോർക്ക് നമ്മൾ പഠിച്ചു. ഇനി ആ ഒരു കൺട്രോളിംഗ് ടോർക്ക് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന സിസ്റ്റം ഏതെല്ലാമാണെന്നാണ് പറയുന്നത്. അതിൽ 2 പേരെയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഒന്ന് സ്പ്രിംഗ് കൺട്രോൾ മെക്കാനിസം ഉണ്ട്, പിന്നൊന്ന് ഗ്രാവിറ്റി മെക്കാനിസം ഉണ്ട്. അപ്പോൾ അതിൽ സ്പ്രിംഗ് കൺട്രോൾ മെക്കാനിസത്തിൻ്റെ ഡയഗ്രാം ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്. സ്പ്രിംഗ് കൺട്രോൾ മെക്കാനിസം എന്ന് പറഞ്ഞാൽ ഇതിലെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളൊരു ഫോസ്ഫർ ബ്രോൺസ് സ്പ്രിങ് വെച്ചിട്ട് ഇവിടെ കണക്ട് സ്പൈറൽ ഷേപ്പിലുള്ള ഒരു സ്പ്രിങ് നമ്മൾ എവിടെ ചെയ്തിട്ടുണ്ട്? ഈ സ്പിൻഡിലിന്റെ മുകളിൽ ഇങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പോയിന്റർ ഇങ്ങനെ ഇങ്ങോട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് ഈ സ്പ്രിങ് എന്താവും? ടൈറ്റ് ആവും. സ്പ്രിങ് ടൈറ്റ് ആവുക എന്ന് പറഞ്ഞാൽ സ്പ്രിങ്ങിന്റെ ടെൻഷൻ എന്ത് ചെയ്ത് വരിക? കൂടി വരിക. അപ്പോൾ സ്പ്രിങ് ഇങ്ങനെ ടൈറ്റ് ആവുക എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ്? അവിടെ ഒരു കൺട്രോളിംഗ് ടോർക്ക് ഡിഫ്ലക്ഷന് ഓപ്പോസിറ്റ് ആയിട്ട് ആക്ട് ചെയ്യല്ലേ. പിന്നെ ഈ കൺട്രോളിംഗ് ടോർക്കിന് വേറൊരു പണിയും കൂടി ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മെഷർമെന്റ് കഴിഞ്ഞാൽ പോയിന്ററിനെ എന്തിലേക്ക് കൊണ്ടുവരണം? ഈ 0 പൊസിഷനിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന് വെക്കണ്ടേ? ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് മാത്രമേ ഉള്ളൂ വെച്ചാൽ ഇയാൾ 5 മെഷർ ചെയ്താൽ ആ 5 തന്നെ കിടക്കും. അപ്പോൾ കൺട്രോളിംഗ് ടോർക്കിന്റെ രണ്ടാമത്തെ പണി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ മെഷർമെന്റ് അല്ലെങ്കിൽ മെഷറിംഗ് ക്വാണ്ടിറ്റി റിമൂവ് ചെയ്യുന്ന സമയത്ത് പോയിന്ററിനെ തിരിച്ച് 0ലേക്ക് കൊണ്ടുവരുന്നതും ഏതാണ്? നമ്മളുടെ ഈ കൺട്രോളിംഗ് ടോർക്കാണ്. ഓക്കെ അല്ലേ? അപ്പോൾ സ്പ്രിംഗ് കൺട്രോൾ മെക്കാനിസത്തിൽ നമ്മൾ അതൊരു സ്പ്രിങ് വെച്ചിട്ടാണ്, അതായത് പോയിന്റർ മൂവ് ചെയ്യുന്നതിനനുസരിച്ച് സ്പ്രിങ് ടൈറ്റായി വരും. എന്നിട്ട് നമ്മൾ ആ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് 0 ആവുന്ന സമയത്ത് ഇയാൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് കാരണം എന്ത് ചെയ്യും? സ്പ്രിങ് അൺവൗണ്ട് ചെയ്തിട്ട് പോയിന്റർ 0യിൽ തന്നെ വന്ന് നിൽക്കും. ക്ലിയർ? ഇനി മൂന്നാമത്തെ ഫോഴ്സ് ആണ് നമ്മളുടെ ഡാമ്പിംഗ് ഫോഴ്സ്. ഡാമ്പിംഗ് ഫോഴ്സ് അല്ലെങ്കിൽ ഡാമ്പിംഗ് ടോർക്ക് എന്തിനു വേണ്ടിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? നമ്മൾ ആ പ്രീവിയസ് എക്സാമ്പിൾ തന്നെ എടുക്കുകയാണ്. ഇതാണ് എൻ്റെ സ്കെയില്. പോയിന്റർ 5 ആംസ് മെഷർ ചെയ്തു. പോയിന്റർ 5 ആംസ് മെഷർ ചെയ്യാൻ വേണ്ടി ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ നമുക്ക് എന്ത് കിട്ടി? TD ഈസ് ഈക്വൽ ടു TC എന്ന് കിട്ടി. ഡിഫ്ലക്റ്റിംഗ് ടോർക്കും കൺട്രോളിംഗ് ടോർക്കും ഈക്വൽ ആയിട്ടുണ്ട്. പക്ഷേ ഈ പോയിന്ററിന് ഒരു പ്രശ്നമുണ്ട്. പോയിന്റർ എന്ന് പറഞ്ഞാൽ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ഒരു ഡയറക്ഷനിലും കൺട്രോളിംഗ് ടോർക്ക് വേറൊരു ഡയറക്ഷനിലും ഇങ്ങനെ ആക്ട് ചെയ്യുന്ന സമയത്ത് ഇതിന് എന്ത് ചെയ്യാൻ പറ്റില്ല? 5 എന്ന് പറയുന്ന വാല്യൂവിൽ സ്റ്റഡി ആയിട്ട് നിൽക്കാൻ പറ്റില്ല. ഇയാൾ എന്ത് ചെയ്യും? ഈ ഒരു പോയിന്റിൽ ഇങ്ങനെ ഓസിലേറ്റ് ചെയ്ത് കളിക്കും. ക്ലിയർ? 5 കറക്റ്റ് കാണിക്കാണ്ട് സ്റ്റഡി സ്റ്റേറ്റ് എത്തേണ്ട കണ്ടീഷൻ അതിന് മനസ്സിലായി. പക്ഷെ ആ ഒരു പോയിന്റിൽ സ്റ്റഡി ആയി നിൽക്കാൻ പറ്റാണ്ട് അത് എന്ത് ചെയ്തുകൊണ്ടിരിക്കുക? ഈ ഒരു പോയിന്റിൽ കിടന്ന് ഇങ്ങനെ ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ചിലപ്പോൾ ഇത് ഒരു 4.5-ന്റെ 5.5-ന്റെ ഇടയ്ക്ക് എന്ത് ചെയ്യും? ഓസിലേറ്റ് ചെയ്ത്
ഇങ്ങനെ നിൽക്കും. അപ്പോൾ ആ ഓസിലേഷൻ സ്റ്റോപ്പ് ചെയ്തിട്ട് ആ പോയിന്റിനെ സ്റ്റഡി ആയിട്ട് ആ 5-ൽ തന്നെ നിർത്താൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മെഷർ ചെയ്യേണ്ട ക്വാണ്ടിറ്റിയിൽ സ്റ്റഡി ആയിട്ട് നിർത്താൻ വേണ്ടിയിട്ട് ആക്ട് ചെയ്യുന്ന ടോർക്കിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡാമ്പിംഗ് ടോർക്ക് എന്ന് പറയുന്നത്. അതായത് ഇതിൻ്റെ ഈ ഒരു ഓസിലേഷനെ സ്റ്റോപ്പ് ചെയ്തിട്ട് സ്റ്റഡി ആയിട്ട് നിർത്താൻ വേണ്ടി നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന ടോർക്കാണ് ഡാമ്പിംഗ് ടോർക്ക്. ഓക്കെ, അപ്പോൾ അതെന്താണ് പറയുന്നത്? എ ഡാമ്പിംഗ് ഫോഴ്സ് ഈസ് റിക്വയർഡ് ടു മിനിമൈസ് ദ പോയിന്റർ ഓസിലേഷൻസ് ദാറ്റ് കുഡ് ഒക്കർ ബിഫോർ സ്റ്റോപ്പിംഗ് അറ്റ് സെർട്ടൺ റീഡിംഗ്. ഒരു സെർട്ടൺ റീഡിംഗ് കാണിക്കേണ്ട സമയത്ത് ഇങ്ങനെ ഓസിലേഷൻസ് ഉണ്ടെങ്കിൽ ആ ഓസിലേഷൻസിനെ സ്റ്റോപ്പ് ചെയ്തിട്ട് കറക്റ്റ് സ്റ്റഡി ആയിട്ട് നിർത്താൻ വേണ്ടി ആക്ട് ചെയ്യുന്ന ടോർക്കിനെയാണ് നമ്മൾ ഡാമ്പിംഗ് ടോർക്ക് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പോൾ ഡാമ്പിംഗ് ടോർക്ക് ഏത് സമയത്തായിരിക്കും ആക്ട് ചെയ്യുക? നമ്മളുടെ റീഡിംഗ് കാണിക്കുന്ന സമയത്താണ് എന്ത് ആക്ട് ചെയ്യേണ്ടത്? ഈ ഡാമ്പിംഗ് ടോർക്ക് ആക്ട് ചെയ്യേണ്ടത്. TD ഈസ് ഈക്വൽ ടു TC ആവുന്ന സമയത്താണ് നമുക്ക് എന്ത് വരിക? ഡാമ്പിംഗ് ടോർക്കിന്റെ എഫക്റ്റ് കയറി വരിക. ഓക്കെ, അപ്പോൾ ഡാമ്പിംഗ് പ്രൊവൈഡ് ചെയ്യാനും നമുക്ക് കുറേ സിസ്റ്റംസ് ഉണ്ട്. എയർ ഫ്രിക്ഷൻ ഡാമ്പിംഗ്, ഫ്ലൂയിഡ് ഫ്രിക്ഷൻ ഡാമ്പിംഗ്, ഇഡി കറന്റ് ഡാമ്പിംഗ്, അങ്ങനെ ഡാമ്പിങ്ങിന്റെ സിസ്റ്റംസും നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഫസ്റ്റ് വൺ പറഞ്ഞാൽ ഏതാണ്? ഡിഫ്ലക്റ്റിംഗ് സിസ്റ്റം ആയിരുന്നു. ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് കൊടുക്കുന്ന സിസ്റ്റംസ് ഏതൊക്കെയാണെന്ന്. അപ്പോൾ അതിൽ വരുന്ന ഒന്നാമത് ഒരു ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ബിറ്റ്വീൻ എ പെർമനന്റ് മാഗ്നറ്റ് ആൻഡ് എ കറന്റ് ക്യാരിയിങ് കോയിൽ. നമ്മളൊരു പെർമനന്റ് മാഗ്നറ്റ്, ഈ പലതരത്തിൽ നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും? ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ഉണ്ടാക്കാൻ പറ്റും എന്ന് പറഞ്ഞില്ലേ? അപ്പോൾ അതിലും പറ്റിയ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു പെർമനന്റ് മാഗ്നറ്റിനെ ഇങ്ങനെ വെച്ചു. പെർമനന്റ് മാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്തുണ്ടാവും? ഇവർക്കിടയ്ക്ക് ഇങ്ങനെ ഒരു ഫീൽഡ് ഉണ്ടാവും. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ എന്ത് കൊണ്ടേ വെക്കുക? ഒരു കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ കൊണ്ടേ വെച്ചാൽ നമുക്ക് എന്തുണ്ടാവും? നമ്മൾ DC മോട്ടറിൻ്റെ ഒക്കെ വർക്കിംഗ് പഠിച്ചതാണ്. ഇപ്പോൾ ഒരു മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇടയ്ക്ക് ഒരു കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ കൊണ്ടേ വെച്ചാൽ ലോറൻസ് ഫോഴ്സ് എന്ന് പറഞ്ഞൊരു ഫോഴ്സ് ഉണ്ട്. അത് കാരണം നമുക്ക് എന്ത് ജനറേറ്റ് ചെയ്യും? ടോർക്ക് ജനറേറ്റ് ചെയ്യും. അപ്പോൾ ഒരു പെർമനന്റ് ഇപ്പോൾ നമ്മളിപ്പോൾ കറണ്ട് ഒക്കെ എനിക്ക് മെഷർ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഒരു പെർമനന്റ് മാഗ്നറ്റിൻ്റെ ഇടയ്ക്ക് ഒരു കോയിൽ എനിക്കുണ്ട്. കറണ്ട് മെഷർ ചെയ്യേണ്ട സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? ഈ കോയിലിലേക്ക് ആ മെഷർ ചെയ്യേണ്ട കറണ്ട് കൊടുക്കും. നിങ്ങൾക്ക് PMMC ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ ഞാൻ ആ വർക്കിങ്ങും കറക്റ്റായിട്ട് പറഞ്ഞുതരാം. പെർമനന്റ് മാഗ്നറ്റ് മൂവിങ് കോയിൽ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ വർക്ക് ചെയ്യുന്നത് ഫോഴ്സ് ബിറ്റ്വീൻ പെർമനന്റ് മാഗ്നറ്റ് ആൻഡ് മാഗ്നറ്റിക് കറന്റ് ക്യാരിയിങ് കോയിൽ, ഈ ഒരു പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ് നമുക്ക് PMMC ഒക്കെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരു പെർമനന്റ് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇടയ്ക്ക് ഒരു കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ കൊണ്ടേ വെച്ചാൽ ആ കണ്ടക്ടറിന് എന്തുണ്ടാവും? ഡിസ്പ്ലേസ്മെന്റ് സംഭവിക്കും. ആ ഒരു മെക്കാനിസം വെച്ചിട്ട് വർക്ക് ചെയ്യുന്ന കുറേ ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്. ഇനി നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ, ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് കൊടുക്കാൻ വേണ്ടി പ്രൊവൈഡ് ചെയ്യാൻ പറ്റിയ വേറൊരു മെക്കാനിസം ആണ് ഫോഴ്സ് ബിറ്റ്വീൻ 2 കറന്റ് ക്യാരിയിങ് കോയിൽസ്. 2 കറന്റ് ക്യാരിയിങ് കോയിൽസിനെ അടുത്ത് വെച്ചാലും അവിടെ എന്തുണ്ടാവും? ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ നമുക്ക് 2 മെക്കാനിസം ഉപയോഗിക്കാം. ഒന്ന്, മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇടയ്ക്ക് ഒരു കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ, പെർമനന്റ് മാഗ്നറ്റ് തന്നെ വേണമെന്നില്ല കേട്ടോ, നമുക്ക് ഇലക്ട്രോ മാഗ്നറ്റ് ആയാലും മതി. മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇടയ്ക്ക് കറന്റ് ക്യാരിയിങ് കോയിൽ കൊണ്ടുവച്ചാൽ അവിടെ ഡിഫ്ലക്ഷൻ ഉണ്ടാവും. അത് ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ഉണ്ടാക്കാനുള്ള ഒരു മെത്തേഡാണ്. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് 2 കറന്റ് ക്യാരിയിങ് കോണ്ടക്ടേഴ്സിന് അടുത്തടുത്ത് വെച്ചാൽ അവിടെയും എന്തുണ്ടാവും? ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ 2 സിസ്റ്റംസ് ആണ് നമുക്ക് ഏതിൽ പറയാനുള്ളത്? ഡിഫ്ലക്റ്റിംഗ് സിസ്റ്റംസിൽ പറയാനുള്ളത്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് കൺട്രോളിംഗ് സിസ്റ്റം, കൺട്രോളിംഗ് ടോർക്ക് കൊടുക്കുന്ന പല സിസ്റ്റംസ്, അതിൽ 2 പേര് പഠിക്കാനുണ്ട്. ഒന്നാമത്തെ ആളാണ് സ്പ്രിംഗ് കൺട്രോൾ മെക്കാനിസം. സ്പ്രിംഗ് കൺട്രോൾ മെക്കാനിസത്തിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഫോസ്ഫർ ഇവിടെ കാണിച്ചിട്ടുണ്ട്, ഈ ഡയഗ്രത്തിൽ നമ്മളത് റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ ഈ പോയിന്റർ, സ്കെയിലിൻ്റെ മുകളിലുള്ള പോയിന്റർ നമ്മൾ എന്തിൻ്റെ മുകളിലാണ് കണക്ട് ചെയ്തിട്ടുണ്ടാവുക? ഒരു സ്പിൻഡിലിൻ്റെ മുകളിലാണ് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ടാവുക. സ്പിൻഡിൽ എന്ന് പറഞ്ഞാൽ അതെന്താണ്? ഒരു ബിയറിങ്ങിൻ്റെ ഇടയ്ക്ക് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റിയ പോലെയാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. ഇവിടെ ജുവൽഡ് ബിയറിംഗ് ഒക്കെ നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റിയ പോലത്തെ ഒരു സ്പിൻഡിലിൻ്റെ മുകളിലാണ് നമ്മൾ എന്ത് വെച്ചിരിക്കുന്നത്? പോയിന്റർ വെച്ചിരിക്കുന്നത്. അപ്പോൾ സ്പിൻഡിൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? പോയിന്റർ ഡിഫ്ലക്ഷൻ കാണിക്കുന്നത്. അപ്പോൾ ഈ സ്പിൻഡിലിൻ്റെ മുകളിൽ നമ്മൾ എന്ത് കണക്ട് ചെയ്തിട്ടുണ്ട്? കൺട്രോളിന് വേണ്ടിയിട്ടുള്ള 2 സ്പ്രിങ്ങുകളെ കണക്ട് ചെയ്തിട്ടുണ്ട്. ആ സ്പ്രിങ്ങുകൾ ഉണ്ടാക്കുന്ന മെറ്റീരിയൽ ഏതാണെന്ന് നമ്മളോട് ചോദിക്കാറുണ്ട്. ഫോസ്ഫർ ബ്രോൺസ് കൊണ്ടുണ്ടാക്കിയ 2 സ്പ്രിങ്ങുകൾ നമ്മൾ എന്ത് വെച്ചിട്ടുണ്ട്? ഈ സ്പിൻഡിലിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. സ്പിൻഡിൽ ഇങ്ങനെ കറങ്ങുന്ന സമയത്ത് ഈ സ്പ്രിങ് എന്തായി വരും? ഇങ്ങനെ ടൈറ്റ് ആയിട്ട് വരും. അത് വൈൻഡ് ചെയ്തിട്ട് ടൈറ്റ് ആയിട്ട് വരും. അപ്പോൾ അത് എന്തായിട്ട് ആക്ട് ചെയ്യണേ? സ്പ്രിങ് ഇങ്ങനെ ടൈറ്റ് ആവുക എന്ന് പറഞ്ഞാൽ ഡിഫ്ലക്റ്റിംഗ് ടോർക്കിന് ഓപ്പോസിറ്റ് ആയിട്ട് ഒരു ഫോഴ്സ് അത് എപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ക്ലിയർ അല്ലേ? അങ്ങനെ ടൈറ്റ് ആയി കഴിഞ്ഞു. എന്നിട്ട് നമുക്ക് ഈ കൺട്രോളിംഗ് ടോർക്ക് ഈക്വൽ ടു ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ആവുന്ന സമയത്ത് നമുക്ക് എന്ത് കാണിക്കും? പോയിന്റർ ആ ഒരു പോയിന്റ് വരെ നമുക്ക് എന്ത് ചെയ്യും? പോയിന്റർ മൂവ് ചെയ്യും. ക്ലിയർ അല്ലേ? ഇനി അപ്പോൾ സ്റ്റഡി ആയി നിൽക്കുന്ന സമയത്ത്, സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷനിൽ നമുക്ക് എന്ത് പറയാം? ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ഈസ് ഈക്വൽ ടു കൺട്രോളിംഗ് ടോർക്ക് എന്ന് പറയാം. ഇനി നമ്മൾ മെഷർമെൻ്റ് ഒക്കെ എടുത്ത് കഴിഞ്ഞിട്ട് നമ്മൾ അതിനെ ഓഫ് ചെയ്യുമ്പോൾ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് 0 ആയിപ്പോവും. അപ്പോൾ ഈ സ്പ്രിങ് എന്ത് ചെയ്യും? സ്പ്രിങ് കംപ്ലീറ്റ് ആയിട്ട് അൺവൗണ്ട് ചെയ്തിട്ട് പോയിന്ററിനെ വീണ്ടും തിരിച്ച് 0ൽ കൊണ്ടുവന്ന് വെക്കും. ഓക്കെ അല്ലേ? ഇങ്ങനെയാണ് നമുക്ക് സ്പ്രിങ് കൺട്രോൾ മെക്കാനിസം വെച്ചിട്ട് നമ്മൾ കൺട്രോളിംഗ് ടോർക്ക് കൊടുക്കുന്നത്.
ഇനി നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ വേറൊരു മെക്കാനിസം ആണ്, അതാണ് ഗ്രാവിറ്റി കൺട്രോൾ മെത്തേഡ്. ഗ്രാവിറ്റി കൺട്രോൾ മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെയാണ്, അവിടെ സ്പ്രിങ് വേണ്ട, നമുക്ക് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെയാണ് നമ്മൾ എന്തായിട്ട് കൊടുക്കുന്നത്, കൺട്രോളിങ് ടോർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് യൂട്ടിലൈസ് ചെയ്യാണ്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് യൂട്ടിലൈസ് ചെയ്യണം. അതിൽ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മളൊരു സ്മോൾ വെയിറ്റ് പോയിന്റിൽ സ്പിൻഡിലുമായിട്ട് അറ്റാച്ച് ചെയ്യും. അതായത് ഇതാണ് നമ്മുടെ സ്കെയില്, ഇതാണ് പോയിന്റർ, ഇതാണ് നമ്മുടെ സ്പിൻഡിൽ. ഓക്കെ, അപ്പോൾ ഈ സ്പിൻഡിലിന്റെ മുകളിൽ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു വെയിറ്റ് ഇങ്ങനെ ഹാങ് ചെയ്തിട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു വെയിറ്റ് ഇങ്ങനെ ഹാങ് ചെയ്തിട്ടാൽ നമുക്ക് ഈ പോയിന്റർ മൂവ് ചെയ്തു. ഇനിയിപ്പോൾ എനിക്ക് ഇവിടുന്ന് പോയിന്റർ മൂവ് ചെയ്തിട്ട് ഇവിടെ എത്തിയാൽ ഈ വെയിറ്റ് എന്ത് ചെയ്യും, ഈ വെയിറ്റ് ഇങ്ങോട്ട് മൂവ് ചെയ്യില്ലേ. അപ്പോൾ ഈ വെയിറ്റ് ഇങ്ങോട്ട് മൂവ് ചെയ്യുമ്പോൾ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ത് ചെയ്യും, അതിനെ തിരിച്ച് ഇങ്ങോട്ട് തന്നെ വലിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കും. അതാണ് അവിടുത്തെ കൺട്രോളിംഗ് ടോർക്കായിട്ട് ആക്ട് ചെയ്യുന്നത്. ക്ലിയർ ആണോ? അപ്പോൾ ഈ സ്മോൾ വെയിറ്റ് അറ്റാച്ച്ഡ് ടു ദ സ്പിൻഡിലാണ് ഇവിടുത്തെ എന്ത് കൊടുക്കുന്നത്, കൺട്രോളിംഗ് ടോർക്ക് കൊടുക്കുന്നത്. പക്ഷെ ഇങ്ങനെ നമ്മൾ ഗ്രാവിറ്റേഷണൽ കൺട്രോൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഗ്രാവിറ്റേഷണൽ കൺട്രോൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ ഈ ഇൻസ്ട്രുമെന്റിനെ കഴിയുന്നതും വെർട്ടിക്കലായിട്ട് പ്ലേസ് ചെയ്യാൻ വേണ്ടി നോക്കണം. വെർട്ടിക്കലായിട്ട് പ്ലേസ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ആ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉപയോഗിച്ച് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒരു ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ, ഗ്രാവിറ്റേഷണൽ കൺട്രോൾ മെത്തേഡ് നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ നമ്മളെപ്പോഴും എന്തായിരിക്കണം, ആ ഇൻസ്ട്രുമെന്റിനെ കഴിയുന്നതും വെർട്ടിക്കലി പ്ലേസ് ചെയ്യണം. അപ്പോൾ വെർട്ടിക്കലായിട്ട് പ്ലേസ് ചെയ്ത ഇൻസ്ട്രുമെന്റിലാണ് നമ്മൾ സാധാരണയായിട്ട് എന്ത് ഉപയോഗിക്കാറുള്ളത്, ഗ്രാവിറ്റേഷണൽ കൺട്രോൾ ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ കൺട്രോളിംഗ് ടെക്നിക്കിന് 2 മെത്തേഡുകൾ പഠിക്കാം. സ്പ്രിംഗ് കൺട്രോൾ മെക്കാനിസവും യൂസ് ചെയ്യാം, ഗ്രാവിറ്റേഷണൽ കൺട്രോൾ മെക്കാനിസവും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഡാമ്പിംഗ് സിസ്റ്റംസ്. ഡാമ്പിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പോയിന്റർ എന്തായി നിൽക്കണം, ഓസിലേഷൻസ് സ്റ്റോപ്പ് ചെയ്തിട്ട് സ്റ്റഡി ആയിട്ട് ഒരു പോയിന്റിൽ നിൽക്കണം. അപ്പോൾ അത് കൊടുക്കാനുള്ള ഒരു മെത്തേഡാണ് എയർ ഫ്രിക്ഷൻ ഡാമ്പിംഗ്. എയർ ഫ്രിക്ഷൻ ഡാമ്പിംഗ് എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് നമുക്ക് ശരിക്കും എന്ത് വരുന്നത്, ഡാമ്പിംഗ് കൊടുക്കേണ്ടത്, പോയിന്റർ ഓസിലേറ്റ് ചെയ്യുന്ന സമയത്താണ്. അപ്പോൾ എയർ ഫ്രിക്ഷൻ ഡാമ്പിങ്ങിന് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, എയർ ഫ്രിക്ഷൻ ഡാമ്പിങ്ങിന് കൊടുക്കാൻ വേണ്ടി നമ്മളൊരു എയർ ചേംബർ ഉണ്ടാവും. നമുക്ക് ഈ പോയിന്റർ സ്പിൻഡിലിൻ്റെ മുകളിൽ കണക്ട് ചെയ്ത പോയിന്ററാണ് ഇത്. ഈ പോയിന്ററിൻ്റെ മുകളിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു പിസ്റ്റൺ ഇങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ പിസ്റ്റൺ നമ്മൾ ഏതിൻ്റെ ഉള്ളിലേക്കാണ് വെച്ചിരിക്കുന്നത്, ഒരു എയർ ചേംബറിലേക്കാണ് വെച്ചിരിക്കുന്നത്. ഈ എയർ ചേംബറിൻ്റെ ഒരു സൈഡ് എന്താണ്, ക്ലോസ്ഡ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് സാധാരണ പോയിന്റർക്ക് മൂവ് ചെയ്തിട്ട് ഒരു സ്റ്റഡി കണ്ടീഷനിൽ എത്തി. ആ സമയത്ത് ഈ പിസ്റ്റൺ പതുക്കെ എന്ത് ചെയ്തു, ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കയറി നിൽക്കുന്നുണ്ട്. ഇനി നമുക്ക് പോയിന്റർ ഈ സമയത്താണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, സ്റ്റഡി ആയി നിൽക്കേണ്ടത്. പോയിന്റർ റീഡ് ചെയ്യേണ്ട പോയിന്റിൽ എത്തിയിട്ടുണ്ട്. അവിടെ എത്തിയിട്ട് ഈ പോയിന്റർ എന്ത് ചെയ്യാണ്, ഓസിലേറ്റ് ചെയ്ത് ഇങ്ങനെ കളിക്കാം. അപ്പോൾ ഇതിങ്ങനെ ഓസിലേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യും, ഈ പിസ്റ്റൺ ഇങ്ങനെ അതിൻ്റെ എയർ ചേംബറിൻ്റെ ഉള്ളിലേക്ക് കയറി ഇറങ്ങുക. പിസ്റ്റൺ എന്ത് ചെയ്യും, ഇങ്ങനെ മൂവ് ചെയ്യാൻ തുടങ്ങും അല്ലേ. അപ്പോൾ പിസ്റ്റൺ ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും, ഈ പിസ്റ്റൺ ഉള്ളിലേക്ക് പോകുന്ന സമയത്ത് ഈ എയർ ചേംബറിൻ്റെ ഉള്ളിലുള്ള എയർ എന്തായി പോവും, കംപ്രസ്ഡ് ആവും അല്ലേ. ആ പ്രഷർ കൂടും. ഈ പിസ്റ്റൺ ഉള്ളിലേക്ക് വരുന്ന സമയത്ത് ഈ എയർ ചേംബറിൻ്റെ ഉള്ളിലെ എയറിൻ്റെ പ്രഷർ കൂടും. അപ്പോൾ ഇവിടെ പ്രഷർ കൂടുതലും, പുറത്ത് എന്താണ്, പ്രഷർ കുറവാണ്. അപ്പോൾ നെക്സ്റ്റ് അടുത്ത ഓസിലേഷൻ ആണ്. അപ്പോൾ ഓസിലേഷൻ്റെ കുറച്ച് സമയം കഴിഞ്ഞാൽ പിസ്റ്റൺ എന്ത് ചെയ്യും, പുറത്തേക്ക് വരാൻ വേണ്ടി നോക്കും. അങ്ങനെ പിസ്റ്റൺ പുറത്തേക്ക് വരാൻ വേണ്ടി നോക്കുമ്പോൾ നമുക്ക് എന്ത് വരും, ഇതിൻ്റെ ഉള്ളിലെ പ്രഷർ കുറയും അല്ലേ. അപ്പോൾ ഇവിടെ ഇങ്ങനെ സ്പീഡിൽ ഈ ഓസിലേഷൻ നടക്കുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിലെ ട്രാപ്ഡ് എയർ പിന്നെ എന്ത് ചെയ്യും, ഈ എയർ പ്രഷർ ഇങ്ങനെ വേരി ചെയ്തിട്ട് ലാസ്റ്റ് നമുക്ക് എന്ത് വരും, ഈ പിസ്റ്റണെ ഈ എയർ എന്ത് ചെയ്യും, ഈ ഫ്രിക്ഷൻ കാരണം ഈ എയർ അതിനെ പുൾ ചെയ്ത് വെക്കും. അതായത് അത് അതിനെ പിടിച്ച് വെക്കും. പിസ്റ്റണ് പിന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല, 2 സൈഡിൽ പ്രഷർ ഏകദേശം കോൺസ്റ്റന്റ് ആവും. ഇതിങ്ങനെ എപ്പോഴും ഇങ്ങനെ മൂവ് ചെയ്ത് കളിക്കല്ലേ. അപ്പോൾ ട്രാപ്ഡ് എയർ ഈ എയർ ചേംബറിൻ്റെ ഉള്ളിൽ വരുന്നത് കാരണം പിസ്റ്റണ് പിന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല, മൂവ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ ഓസിലേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണ് നമുക്ക് ഈ എയറിന്റെ ഫ്രിക്ഷൻ കാരണം എന്ത് വരുന്നത്, പിസ്റ്റണെ ഒരു പോയിന്റിൽ തന്നെ അത് ഹോൾഡ് ചെയ്ത് വെക്കാം. അപ്പോൾ ഓസിലേഷൻസ് ഉള്ള സമയത്ത് എയറിന്റെ ഫ്രിക്ഷൻ കാരണം നമുക്ക് ഈ പിസ്റ്റൺ എന്തായി പോകും, ഒരു പർട്ടിക്കുലർ പോയിന്റിൽ അത് ഹോൾഡ് ചെയ്ത് വെക്കും. അപ്പോൾ ഹോൾഡ് ചെയ്ത് വെച്ചാൽ പിന്നെ പോയിന്റർ എന്ത് ചെയ്യില്ല, മൂവ് ചെയ്യില്ല. അങ്ങനെ വർക്ക് ചെയ്യുന്നതിനെയാണ് നമ്മൾ എയർ ഫ്രിക്ഷൻ ഡാമ്പിംഗ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. നെക്സ്റ്റ് വരുന്നത് നമുക്ക് എഡി കറന്റ് ഡാമ്പിംഗ് ആണ്. എഡി കറന്റ് ഡാമ്പിംഗ് നമ്മൾ സാധാരണ കൂടുതലായിട്ടൊക്കെ യൂസ് ചെയ്യുന്നത് നമ്മുടെ പഴയ എനർജി മീറ്ററിലെ ഡിസ്ക് റൊട്ടേറ്റ് ചെയ്യുന്ന എനർജി മീറ്ററൊക്കെ. അപ്പോൾ ആ കേസിലൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരാളാണ് എഡി കറന്റ് ഡാമ്പിംഗ് എന്ന് പറയുന്നത്. എന്ത് പ്രോപ്പർട്ടി ആയിരിക്കും അപ്പോൾ അത് ഉപയോഗിക്കുന്നുണ്ടാവുക, എഡി കറന്റ് പ്രോപ്പർട്ടി വെച്ച് വർക്ക് ചെയ്യുന്ന ഡാമ്പിങ്ങിനെയാണ് നമ്മൾ എഡി കറന്റ് ഡാമ്പിംഗ് എന്ന് പറയാം. അപ്പോൾ ഈ എഡി കറന്റ് ഡാമ്പിങ്ങിൽ എന്താ വരുന്നതെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു ഡിസ്ക് റൊട്ടേറ്റ് ചെയ്യാൻ വിചാരിച്ചു, എനർജി മീറ്ററിന്റെ കേസ് എക്സാമ്പിൾ ആക്കി എടുക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു അലുമിനിയം ഡിസ്ക് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ സൈഡിൽ നമ്മളൊരു കോർണറിലായിട്ട് എന്ത് ചെയ്യും, ഡാമ്പിംഗ് കൊടുക്കാൻ വേണ്ടി, എഡി കറന്റ് ഡാമ്പിംഗ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു പെർമനന്റ് മാഗ്നറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ഞാൻ എന്ത് പറഞ്ഞു, ഡാമ്പിംഗ് മാഗ്നറ്റ് എന്ന് വെച്ചു. അപ്പോൾ ഈ അലുമിനിയം ഡിസ്ക് ഒരു നോർമൽ സ്പീഡിൽ ഇങ്ങനെ
പതുക്കെ ഇതിൻ്റെ ഉള്ളിലൂടെ കറങ്ങുകയാണെങ്കിൽ ആ പെർമനന്റ് മാഗ്നറ്റിൽ എന്തുണ്ടാവില്ല, ആ മാഗ്നറ്റിക് ഫീൽഡിനെ പതുക്കെ കട്ട് ചെയ്യുന്നേ ഉള്ളൂ. ഇനി നമുക്ക് പോയിന്റർ നിൽക്കേണ്ട സ്ഥലത്തെത്തി, പോയിന്റർ റീഡിങ് കാണിക്കേണ്ട സ്ഥലത്ത് എത്തുമ്പോൾ നമുക്ക് എന്ത് വരും, ഓസിലേഷൻസ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ സ്പീഡിൽ എന്ത് ചെയ്യാണ്, ഈ അലുമിനിയം ഡിസ്ക് ഇങ്ങനെ ഈ മാഗ്നറ്റിന്റെ ഇടയ്ക്ക് എന്ത് വരും, ഓസിലേറ്റ് ചെയ്യും. അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇടയ്ക്ക് ഈ അലുമിനിയം എന്ന് പറയുന്ന ഒരു കണ്ടക്ടറാണ്. അപ്പോൾ ഒരു കണ്ടക്ടർ ഇങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ എന്തുണ്ടാവും, ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടാവില്ലേ. അപ്പോൾ അവിടെ ഈ ഒരു പർട്ടിക്കുലർ പോർഷനിൽ നമുക്ക് എന്തുണ്ടായി, ഇൻഡ്യൂസ്ഡ് EMF ഉണ്ടായി. അപ്പോൾ ആ ഇൻഡ്യൂസ്ഡ് EMF കാരണം അലുമിനിയം ഡിസ്ക് ആണ്, അപ്പോൾ അത് ഒരു ക്ലോസ്ഡ് പാത്താണ്. അപ്പോൾ അതിൽ എന്തുണ്ടാവും, എഡ്ഡി കറൻസ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഈ ഒരു ലോക്കൽ ഏരിയയിൽ നമുക്ക് എഡ്ഡി കറണ്ട്, ഓസിലേഷൻ വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ലോക്കൽ ഏരിയയിൽ എഡ്ഡി കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. ഈ എഡ്ഡി കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ആ കറണ്ട് എന്ത് ചെയ്യും, അത് ഉണ്ടാവാനുള്ള റീസണെ ഒപ്പോസ് ചെയ്യില്ലേ. അപ്പോൾ ഈ ഓസിലേഷൻ കാരണമാണ് ഈ എഡ്ഡി കറണ്ട് ഉണ്ടായത്. അപ്പോൾ ഈ എഡ്ഡി കറണ്ട് എന്ത് ചെയ്യും, ഈ ഓസിലേഷൻ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ടോർക്ക് ജനറേറ്റ് ചെയ്തിട്ട് ഈ അലുമിനിയം ഡിസ്ക് എന്ത് ചെയ്യും, ആ ഒരു പോയിന്റിൽ സ്റ്റഡി ആയിട്ട് നിൽക്കും. അപ്പോൾ എഡ്ഡി കറണ്ട് പ്രൊട്ടക്ഷൻ കാരണം നമുക്ക് എന്തായി നിന്നു, ഈ പോയിന്റർ ഒരു സ്റ്റഡി പൊസിഷനിലേക്ക് വന്നില്ലേ. അതുകൊണ്ടാണ് നമ്മൾ അതിന് എന്ത് പറയുന്നത്, എഡ്ഡി കറണ്ട് ഡാമ്പിംഗ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. ഇനി വേറെ മെക്കാനിസംസ് നമുക്കുണ്ട്. ഫ്ലൂയിഡ് ഫ്രിക്ഷൻ ഡാമ്പിങ്ങും ഇലക്ട്രോ മാഗ്നറ്റിക് ഡാമ്പിങ്ങും ഒക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യും ഫ്ലൂയിഡ് ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ പിസ്റ്റൻ്റെ ഉള്ളിൽ എയർ വെക്കുന്ന അതേപോലെ തന്നെ നമ്മൾ ഒരു ചേമ്പറിൻ്റെ ഉള്ളിൽ ഒരു ഫ്ലൂയിഡ് നിറയ്ക്കുകയാണ് ചെയ്യുക. ഈ ഫ്ലൂയിഡിൻ്റെ ഉള്ളിലാണ് ഈ പിസ്റ്റൺ മൂവ് ചെയ്യുക. അപ്പോൾ ആ ഒരു ഫ്രിക്ഷൻ, ഫ്ലൂയിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്രിക്ഷൻ കാരണം പിസ്റ്റൺ ഒരു പോയിന്റിൽ സ്റ്റഡി ആയിട്ട് നിൽക്കും. അങ്ങനെ കൊടുക്കുന്നതിനെയാണ് നമ്മൾ ഫ്ലൂയിഡ് ഫ്രിക്ഷൻ ഡാമ്പിംഗ് എന്ന് പറയാം. പക്ഷെ നമ്മൾ കൂടുതലായിട്ടും നമുക്ക് പഠിക്കാനുള്ള ഇൻസ്ട്രുമെന്റ്സിലൊക്കെ നമുക്ക് എഡ്ഡി കറന്റ് ഡാമ്പിങ്ങോ എയർ ഫ്രിക്ഷൻ ഡാമ്പിങ്ങോ ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഏരിയയിൽ നിന്നാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് കണ്ടുവരാറുള്ളത്. ക്ലിയർ അല്ലേ. അപ്പോൾ അത്രയുമാണ് നമ്മൾ ഇന്നൊരു ചെറിയൊരു സെക്ഷനാണ് നമ്മൾ നോക്കിയത്. ഇതിൻ്റെ ഡീറ്റെയിൽഡ് നമുക്ക് അതിൻ്റെ ടോർക്ക് ഇക്വേഷൻ, ഈ നമ്മൾ കൺട്രോൾ മെക്കാനിസം ഒക്കെ കൊടുക്കുന്നതിനനുസരിച്ചിട്ട് ഈ ഇൻസ്ട്രുമെൻറ്റിൻ്റെ സ്കെയിൽ ലീനിയർ ആണോ നോൺ ലീനിയർ ആണോ എന്ന കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ആ കാര്യങ്ങൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. അപ്പോൾ ഇന്ന് പറഞ്ഞ ആ ഒരു സെക്ഷനിൽ ഇതുവരെ ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വൈ ഡാമ്പിംഗ് ഫോഴ്സ് ഈസ് റിക്വയർഡ് ഇൻ മൂവിംഗ് കോയിൽ ഇൻസ്ട്രുമെന്റ്. ഒരു മൂവിംഗ് കോയിൽ ഇൻസ്ട്രുമെന്റിൽ ഡാമ്പിംഗ് ഫോഴ്സ്, മൂവിംഗ് കോയിൽ ഇൻസ്ട്രുമെന്റ് എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റ് ആണ്. അതിൽ ഡാമ്പിംഗ് ഫോഴ്സിന്റെ നെസസിറ്റി എന്താണ് എന്നാണ് ചോദിച്ചത്. ഓപ്ഷൻസ് എന്തൊക്കെയാ? ഡാമ്പിംഗ് ഫോഴ്സ് മേക്സ് ദ നീഡിൽ മൂവ്മെന്റ് ഫാസ്റ്റർ, helps the deflecting force to act fast, bring the needle to its zero position, it arrests the needle to its zero position. ഡാമ്പിംഗ് നമ്മൾ കൊടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഡാമ്പിംഗ് കൊടുക്കുന്നത് ലാസ്റ്റ് ഈ പോയിന്റർ ഒരു സ്റ്റഡി ആയിട്ടുള്ള പൊസിഷനിൽ വന്ന് നിൽക്കാൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ നീഡിൽ മൂവ്മെന്റ് ഫാസ്റ്റ് ആക്കാനാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഹെൽപ്പ് ദ ഡിഫ്ലക്റ്റിംഗ് ഫോഴ്സ് ടു ആക്ട് ഫാസ്റ്റ്, ബ്രിങ് ദ നീഡിൽ ടു ഇറ്റ് സീറോ പൊസിഷൻ, അറസ്റ്റ് ദ നീഡിൽ ടു ഇറ്റ് സീറോ പൊസിഷൻ. അപ്പോൾ നമുക്ക് എന്താണ് വരിക? ഇതെന്താ ചെയ്യുന്നത്? ഡിഫ്ലക്ഷൻ പെട്ടെന്ന് എത്തിക്കാൻ, ഇപ്പോൾ ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ആക്ട് ചെയ്തു, ഡിഫ്ലക്ഷൻ പെട്ടെന്ന് സ്റ്റഡി പോയിന്റിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് എന്ത് ഹെൽപ്പ് ചെയ്തത്? ഈ ഡാമ്പിംഗ് ടോർക്ക്, ഈ ഓസിലേഷൻ ഒക്കെ നിർത്തിയിട്ട് പെട്ടെന്ന് ഡിഫ്ലക്ഷൻ കാണിക്കാൻ സഹായിക്കില്ലേ? അപ്പോൾ നമുക്കിതിൽ ഏത് ആൻസർ ആണ് വരിക? ഓപ്ഷൻ ബി, ഡാമ്പിംഗ് ഫോഴ്സ് ഹെൽപ്സ് അസ് ടു ഡിഫ്ലക്റ്റിംഗ് ഫോഴ്സ് ടു ആക്ട് ഫാസ്റ്റ് എന്ന് വരും. ഓപ്ഷൻ ബി ആണ് ഇതിന്റെ ആൻസർ വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് കോസസ് ദ മൂവിംഗ് സിസ്റ്റം ഓഫ് ഇൻസ്ട്രുമെന്റ് ടു മൂവ് ഫ്രം ഇറ്റ് സീറോ പൊസിഷൻ വെൻ ദ ഇൻസ്ട്രുമെന്റ് ഈസ് കണക്റ്റഡ് ടു സപ്ലൈ. സപ്ലൈ കൊടുക്കുന്ന സമയത്ത് പോയിന്റർ സീറോയിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ടോർക്ക് ഏതാണെന്നാണ് ചോദിച്ചത്. അത് ഏതാണ്? ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ആയിരുന്നില്ലേ? അപ്പോൾ ഇതിന്റെ ആൻസർ ഏത് വരും? ഓപ്ഷൻ എ, ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് എന്ന് വരും. അടുത്ത ക്വസ്റ്റ്യൻ, ദ ഡാമ്പിംഗ് ടോർക്ക് ആക്ട്സ് ഓൺ ദ മൂവിംഗ് സിസ്റ്റം ഓഫ് ആൻ ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റ് ഓൺലി വെൻ ഇറ്റ് ഈസ്, ഓപ്ഷൻസ് എന്തൊക്കെയാണ്? സ്റ്റേഷനറി, നിയർ ടു ഇറ്റ്സ് ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ, ജസ്റ്റ് സ്റ്റാർട്ട് ടു മൂവ്, മൂവിങ്. ഈ ഡാമ്പിംഗ് ടോർക്ക് എപ്പോഴാണ് ആക്ട് ചെയ്യുക? ഡാമ്പിംഗ് ടോർക്ക് എപ്പോഴാണ് ആക്ട് ചെയ്യുക? കൺട്രോളിംഗ് ടോർക്ക് ഈസ് ഈക്വൽ ടു ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ആയിട്ട് ഇത് ഫുൾ സ്കെയിൽ റീഡിംഗ് കാണിക്കുന്ന ആ ഒരു സമയത്തല്ലേ നമുക്ക് ശരിക്കും ഡാമ്പിംഗ് ടോർക്ക് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റേഷനറി ആയി നിൽക്കുന്ന സമയത്തല്ല, സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തുമല്ല, മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും അല്ല, നിയർ ഇറ്റ്സ് ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷനിലാണ് നമുക്ക് എന്ത് ആക്ട് ചെയ്യുന്നത്? ഡാമ്പിംഗ് ടോർക്ക് ആക്ട് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, which one of the following condition is correct for rest of pointer indicating instrument? പോയിന്റർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റിലെ പോയിന്റർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് കണ്ടീഷനാണ് വേണ്ടത്? ഓപ്ഷൻസ് എന്തൊക്കെയാണ്? ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ഈസ് ഗ്രേറ്റർ ദാൻ കൺട്രോളിംഗ് ടോർക്ക്, കനോട്ട് ബി ഡിഫൈൻഡ്, ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ഈസ് ഈക്വൽ ടു കൺട്രോളിംഗ് ടോർക്ക്, ഡിഫ്ലക്റ്റിംഗ് ടോർക്ക് ഈസ് ലെസ് ദാൻ കൺട്രോളിംഗ് ടോർക്ക്. നമ്മൾ എന്താണ് പഠിച്ചത്? കൺട്രോളിംഗ് ടോർക്കും ഡിഫ്ലക്റ്റിംഗ് ടോർക്കും ഈക്വൽ ആവുന്ന സമയത്താണ് നമുക്ക് എന്ത് വരുന്നത്? ഇൻഡിക്കേറ്റിംഗ് ഇൻസ്ട്രുമെന്റിലെ പോയിന്റർ സ്റ്റഡി പോയിന്റിലേക്ക് വരുന്നത്. അപ്പോൾ ഇതിന്റെ ആൻസർ എന്ത് വരും? ഓപ്ഷൻ സി വരും.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് മെത്തേഡ് ഈസ് നോട്ട് യൂസ്ഡ് ആസ് ഡാമ്പിംഗ് ടോർക്ക് ഇൻ മെഷർമെന്റ്? കുറേ മെത്തേഡ് തന്നിട്ടുണ്ട്, അതിൽ ഡാമ്പിംഗ് ടോർക്ക് കൊടുക്കാൻ ഉപയോഗിക്കാത്ത മെത്തേഡ് ഏതെന്നാണ് ചോദിച്ചത്. എഡി കറന്റ് ഡാമ്പിംഗ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഡാമ്പിംഗ് കൊടുക്കുന്ന ആളാണ്. ഗ്രാവിറ്റി കൺട്രോൾ എന്താണ്? കൺട്രോളിംഗ് ടോർക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. ക്ലിയർ അല്ലേ? ഇയാൾ കൺട്രോളിംഗ് ടോർക്കാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഫ്ലൂയിഡ് ഫ്രിക്ഷൻ ഡാമ്പിങ്ങും എയർ ഫ്രിക്ഷൻ ഡാമ്പിങ്ങും ഡാമ്പിംഗ് സിസ്റ്റംസ് തന്നെയാണ്. അപ്പോൾ ഈ കൊടുത്തിരിക്കുന്നവയിൽ ഡാമ്പിങ്ങിന് ഉപയോഗിക്കാത്ത സിസ്റ്റം എന്ന് പറയുന്നത് ഏതാണ്? ഗ്രാവിറ്റി കൺട്രോൾ ആണ്. ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മൾ ചെറിയൊരു പോർഷൻ നോക്കി, അതിൽ വന്ന കുറച്ച് ക്വസ്റ്റ്യൻസും നോക്കി. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽഡ് ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ്.